വിശുദ്ധ കഅബയെ 7 തവണ പ്രദക്ഷിണം വെക്കുമ്പോൾ മാത്രമേ ഒരു തവാഫ് പൂർത്തിയാവുകയുള്ളൂ. പ്രദക്ഷിണം വെക്കുന്ന എണ്ണം തെറ്റാതിരിക്കാനാണ് തവാഫ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. തവാഫ് ആരംഭിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓണാക്കിയാൽ പ്രദക്ഷിണം വെച്ച എണ്ണം കൃത്യമായി സ്ക്രീനിൽ തെളിയും. 7 ചുറ്റു പൂർത്തിയായാൽ, അതായത് തവാഫ് അവസാനിച്ചാൽ ഈ ആപ്ലിക്കേഷൻ നമ്മെ അറിയിക്കുകയും ചെയ്യും. ആപ്പിൾ, ഗൂഗിൾ പ്ലേ സ്റ്റോറുകളിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ഹറം പള്ളിയിലെ IT വിഭാഗമാണ് തവാഫിന്റെ എണ്ണം കണക്കാക്കുന്ന ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. ബ്ലൂടൂത്ത് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് GPS-നേക്കാൾ കൂടുതൽ ബാറ്ററി ക്ഷമത മൊബൈലിനുണ്ടാകുകയും ചെയ്യും. ഹറം പള്ളി പരിസരത്ത് സൌജന്യ വൈഫൈയും ലഭ്യമാണ്. ഹജ്ജ്, ഉംറ കർമ്മങ്ങളുടെ കൂടി ഭാഗമാണ് കഅബയെ പ്രദക്ഷിണം വെക്കുന്ന തവാഫ്. വിശുദ്ധ കഅബയെ 7 തവണ പ്രദക്ഷിണം വെക്കുമ്പോൾ മാത്രമേ ഒരു തവാഫ് പൂർത്തിയാവുകയുള്ളൂ. പ്രദക്ഷിണം വെക്കുന്ന എണ്ണം തെറ്റാതിരിക്കാനാണ് തവാഫ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. തവാഫ് ആരംഭിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓണാക്കിയാൽ പ്രദക്ഷിണം വെച്ച എണ്ണം കൃത്യമായി സ്ക്രീനിൽ തെളിയും. 7 ചുറ്റു പൂർത്തിയായാൽ, അതായത് തവാഫ് അവസാനിച്ചാൽ ഈ ആപ്ലിക്കേഷൻ നമ്മെ അറിയിക്കുകയും ചെയ്യും. ആപ്പിൾ, ഗൂഗിൾ പ്ലേ സ്റ്റോറുകളിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. മക്കയിലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ഹറം പള്ളിയിലെ IT വിഭാഗമാണ് തവാഫിന്റെ എണ്ണം കണക്കാക്കുന്ന ഈ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. ബ്ലൂടൂത്ത് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് GPS-നേക്കാൾ കൂടുതൽ ബാറ്ററി ക്ഷമത മൊബൈലിനുണ്ടാകുകയും ചെയ്യും. ഹറം പള്ളി പരിസരത്ത് സൌജന്യ വൈഫൈയും ലഭ്യമാണ്. ഹജ്ജ്, ഉംറ കർമ്മങ്ങളുടെ കൂടി ഭാഗമാണ് കഅബയെ പ്രദക്ഷിണം വെക്കുന്ന തവാഫ്.